സെർച്ചിൽ NDT SEOക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? യഥാർത്ഥത്തിൽ NDT SEOയും സെമാൻറ്റിക് SEO ഒന്നാണോ? എന്താണ് NDT എന്ന് പറയുന്നത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് NDTs ഉണ്ട്? ഈ NDT SEO ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? പുതിയ കാലത്തെ SEOയിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പേരാണ് NDT SEO എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് NDT SEO? നമുക്ക് എങ്ങനെയാണ് NDT SEO ചെയ്യാനായിട്ട് പറ്റുക? അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ ഒരു വെബ്സൈറ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെമാൻറ്റിക് SEOയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മോഡേൺ SEOയിൽ അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് ഈ പറഞ്ഞ പോലെ NDT SEO എന്ന് പറയുന്നത്. ടേമല്ല, ഒരു പ്രാക്ടീസാണ് NDT SEO എന്ന് പറയുന്നത്. എന്താണ് NDT SEO? NDT SEO എന്ന് പറയുമ്പോൾ നമ്മളതിന് ആദ്യം തന്നെ NDT ഫസ്റ്റ് ഇൻഡെക്സിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കണം. ഗൂഗിള് ഒരു സെമാൻറ്റിക് സെർച്ച് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ NDT SEOയും ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നോളജ് ഗ്രാഫിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിയൽ വേൾഡിനെ കാണുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുകയും നമ്മുടെ തലച്ചോറിലേക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതി വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു NDT ഇൻഡെക്സിങ് എന്നുള്ള സംവിധാനവും ഗൂഗിൾ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഗൂഗിളിൻ്റെ ഒരു മിക്കവാറും ഈ പറഞ്ഞ പോലെ എല്ലാ SEO സ്ട്രാറ്റജീസ് അല്ല, SEO സ്ട്രാറ്റജീസ് നമുക്ക് പറയാൻ പറ്റില്ല, ഈ സെർച്ച് എഞ്ചിൻ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പ്രവർത്തിച്ചിട്ട് ആൻസർ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെയൊക്കെ ഓർത്ത് വെക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ അയാളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, അയാളുടെ സ്ഥലം, അയാളുടെ വീട്, അയാളുടെ ഓഫീസ്, അയാൾ ചെയ്യുന്ന ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ അയാളെ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അയാളെ പറ്റിയിട്ടുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഗൂഗിൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ആളുകളെ, പ്രൊഡക്റ്റുകളെ, സ്ഥലങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതിനാണ് ഈ പറഞ്ഞ പോലെ വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനാണ് ഈ പറഞ്ഞ പോലെ നോളജ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോളജ് ഗ്രാഫിനകത്തേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടി ജനിച്ചത്, ഡേറ്റ് ഓഫ് ബർത്ത് 7 സെപ്റ്റംബർ 1951 എന്ന് സേവ് ചെയ്ത് വെച്ച് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഭാര്യ ആരാണ്, മക്കളാരാണ്, സിനിമകൾ ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്നൊരു ചോദ്യം വരുവാണ്, മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് തന്നെ വേണ്ട, ഇപ്പോൾ ഒരു ചോദ്യം വരുവാണ്, ഇപ്പോൾ കോട്ടയത്ത് ജനിച്ച ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ ആരാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പ്ലേസ് ഓഫ് ബർത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് നേരെ അതിനൊരു റിലേഷൻ ഇട്ട് വെച്ചിട്ട്, ഇപ്പോൾ കോട്ടയം അവിടെ റിലേഷൻ ഉണ്ട് മമ്മൂട്ടിയായിട്ട്, മമ്മൂട്ടിയുടെ പ്ലേസ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ആ കാര്യത്തിലൂടെ ഇതിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മമ്മൂട്ടിയുടെ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോട്ടയാണെന്നും, കോട്ടയത്ത് ജനിച്ച ഇന്ത്യയിലെ ഒരു പ്രശസ്ത നടൻ എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയാവുകയും ചെയ്യും. അവിടെ പോപ്പുലാരിറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. കോട്ടയത്ത് ജനിച്ച ഒരുപാട് നടന്മാരുണ്ട്, പക്ഷേ അവിടെ പ്രശസ്തനായ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു ആട്രിബ്യൂട്ടാണ് ഈ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. ആ പോപ്പുലാരിറ്റിയും കൂടെ വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി ഒരു പ്രശസ്തനായ നടൻ എന്നുള്ള രീതിയിൽ കോട്ടയത്ത് ജനിച്ച ഒരാളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു സമ്പ്രദായത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലേക്ക് ഗൂഗിള് സംഭവങ്ങളെ, സ്ഥലങ്ങളെ, വ്യക്തികളെ, അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ, കൺസെപ്റ്റുകളെ, ഇതിനെല്ലാം അടുക്കി വെച്ചിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അതിനെയും ഈ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്തിട്ട് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനാണ് നോളജ് ഗ്രാഫ് എന്ന് പറയുക. അപ്പോൾ ഈ രീതിയിലേക്ക് ഗൂഗിള് ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് ഇൻഡെക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് NDT ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പിന്നീട് ഈ പറഞ്ഞ പോലെ NDT ഫസ്റ്റ് ഇൻഡെക്സിങ് എന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. അതായത് ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ ആ പേജിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്, ഏത് സ്ഥലത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിനെ കുറിച്ചാണോ, ഏത് സംഭവത്തിനെ കുറിച്ചാണോ, ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ശ്രമം. പക്ഷേ വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് ആ രീതിയിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂ. ഉദാഹരണത്തിന് നൈക്കി എന്നുള്ളൊരു പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിനടുത്ത് ഈ പറഞ്ഞ പോലെ അത്ലറ്റിക് അല്ലെങ്കിൽ റണ്ണിങ് ഷൂസ്
എന്നുള്ള ഒരു കണക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കാൻ പറ്റും. അപ്പോൾ റണ്ണിങ് ഷൂസ് വിൽക്കുന്ന ഏറ്റവും നല്ലൊരു കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ഫാസ്റ്റായിട്ട് നൈക്കി എന്നുള്ളൊരു ആൻസർ പറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിറ്റിയെക്കുറിച്ച്, ഇപ്പോൾ തിരുവനന്തപുരം എന്നുള്ളൊരു സിറ്റിയെക്കുറിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വലിയ വലിയ എസ്സേ ആയിട്ട് പേജുകളൊന്നും അല്ല നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം, അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ്, ടെക്നോ പാർക്ക്, പിന്നെ കളക്ടറേറ്റ്, കോവളം, വിഴിഞ്ഞം, പൂവാറ്, വർക്കല, പത്മനാഭസ്വാമി ടെമ്പിൾ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് തിരുവനന്തപുരം ആണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലേക്ക് ഗൂഗിളും ഇൻഡെക്സ് ചെയ്യാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ എൻറ്റിറ്റി SEO എന്ന് പറയുന്ന ഒരു പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ഥാപനങ്ങൾ, പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വേണ്ടത്ര ക്ലാരിറ്റി കൊടുക്കുമ്പോൾ ആ ക്ലാരിറ്റിയിൽ പിന്നെ ഗൂഗിളിനും ആ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് എത്രത്തോളം ക്ലാരിറ്റി നമ്മൾ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ വാല്യൂസ്, ഇതെല്ലാം ഗൂഗിളിന് മനസ്സിലാവും. ഇപ്പം മമ്മൂട്ടിയുടെ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അട്രിബ്യൂട്ടാണ്. ആ പ്ലേസ് ഓഫ് ബർത്ത് അത് കോട്ടയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്ന് തന്നെ ഗൂഗിളിന് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മമ്മൂട്ടി കോട്ടയത്താണ് ജനിച്ചത് എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ഈ ഗൂഗിളിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൈറ്റിംഗ് പാറ്റേണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ്, പ്രഡിക്കേറ്റ്, ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു സിമ്പിൾ ഫോർമാറ്റ് പലപ്പോഴും നമ്മൾ എഴുതാറുണ്ട്. ഇതിന് ഈ നോളജ് ട്രിപ്പിൾ എന്നൊക്കെ പറയും. പിന്നീട് നമുക്കതിനകത്തേക്ക് വരാം. അപ്പോൾ ഈ രീതിയിലൊക്കെ എഴുതുന്ന ഒരു പ്രാക്ടീസ് എൻറ്റിറ്റീസിന് എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എൻറ്റിറ്റീസ് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്കീമ മാർക്കപ്പുകൾ, അഡീഷണൽ ഇൻഫർമേഷൻസ്, ഇത്തരം കാര്യങ്ങൾ, സ്ട്രക്ചേർഡ് ഡാറ്റ, ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് എൻറ്റിറ്റി SEO എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്, എൻറ്റിറ്റി SEOയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന സെമാൻറ്റിക് SEOയും ഒന്നാണോ എന്ന കാര്യത്തിൽ. യഥാർത്ഥത്തിൽ എൻറ്റിറ്റി SEOയും സെമാൻറ്റിക് SEO ഒന്നാണോ? എൻറ്റിറ്റി SEOയും ഈ പറഞ്ഞ പോലെ സെമാൻറ്റിക് SEOയും ഒന്നല്ല. പക്ഷെ അത് തമ്മിലൊരു റിലേഷനുണ്ട്. അതായത് സെമാൻറ്റിക് SEO എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ളൊരു ടേമാണ് സെമാൻറ്റിക് SEO എന്ന് പറയുന്നത്. എൻറ്റിറ്റി SEO എന്ന് പറയുന്നത് അത്രയും എന്ന് വെച്ചാൽ ബ്രോഡല്ല. സെമാൻറ്റിക് SEOയുടെ അകത്ത് തന്നെ വരുന്ന ഒരു സംഭവമാണ് എൻറ്റിറ്റി SEO എന്ന് പറയുന്നത്. സെമാൻറ്റിക് SEO ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകൾ തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ട് എന്താണ് ആ ചോദ്യത്തിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് മനസ്സിലാക്കും. എന്നിട്ട് ചില സമയത്ത് അതിൻ്റെ പ്രാഗ്മാറ്റിക് കൂടെ നോക്കും. അതായത് റിയൽ വേൾഡിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ നോക്കിയിട്ട് ഒരു ആൻസർ തരാനായിട്ട് ശ്രമിക്കും. അതായത് മീനിങ്ങും കോണ്ടെക്സ്റ്റും ഒക്കെ നോക്കിയിട്ട്, ഈ രണ്ടും നോക്കിയാലാണ് ഇതിന് പ്രാഗ്മാറ്റിക് മനസ്സിലാവുക. അപ്പോൾ അത് രണ്ടും നോക്കിയിട്ടൊരു ആൻസർ തരുന്നതാണ് ഈ പറഞ്ഞ പോലെ. അതായത് ഒരു ചോദ്യത്തിന് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് റിയൽ വേൾഡിൽ ചിലപ്പോൾ വേറൊരു അർത്ഥമായിരിക്കും. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തണം എന്നാണ്. എല്ലാ സ്ഥലത്തും റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ അത് വണ്ടി നിർത്തണം എന്ന് തന്നെ അങ്ങനെ ഒരു അർത്ഥമില്ല. റോഡിൽ റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തണം എന്നാണ്. ചില സ്ഥലത്ത് റെഡ് സിഗ്നലിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പിന്നെ അപകടത്തിൻ്റെ സൂചനയായിട്ടും വരാം. റോഡിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രാഫിക്കിൻ്റെ ഭാഗമായിട്ട്, റൂളിൻ്റെ ഭാഗമായിട്ട് റെഡ്, ഗ്രീൻ, ഈ പറഞ്ഞ പോലെ യെല്ലോ, ഈ കൺസെപ്റ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ നിർത്തണം. ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇതേ ഗ്രീൻ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതായിരിക്കും. അപ്പോൾ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് മാറും. ഇതാണ് ഈ പറഞ്ഞ പോലെ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു സംഭവത്തിന് റിയൽ വേൾഡിൽ അതിന് മറ്റൊരു അപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അതിന് മറ്റൊരു മീനിങ് ഉണ്ടാകുന്നൊരു സംഭവം. അപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ സെമാൻറ്റിക് SEO വർക്ക് ചെയ്യുന്നത്, മീനിങ്ങും കോണ്ടെക്സ്റ്റും മനസ്സിലാക്കിയിട്ട്. എൻറ്റിറ്റി SEOയുടെ കേസിലേക്ക് വരുമ്പം നമ്മൾ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമ്മൾ പിന്നെ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അതായത് സെർച്ച് എഞ്ചിന് കുറച്ചുകൂടെ നമ്മൾ അതിനകത്ത് പറയുന്ന ആളുകളെക്കുറിച്ച്, അതിനകത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുക്കുക. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ സ്റ്റിപ്പറ്റ് ആൻസേഴ്സൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇത്തരം കാര്യങ്ങൾ. അതായത് ഈ പറഞ്ഞ പോലെ നൈക്കി എന്താണ് സെല്ല് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂസ് എന്ന് പെട്ടെന്ന് തന്നെ അതിന് ആൻസർ പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹി എന്നതിന് പറയാനായിട്ട് പറ്റും. ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അതിനൊരു പേജ് തന്നെ എടുത്ത് കാണിക്കണമെന്നില്ല. അപ്പോൾ മമ്മൂട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ സ്നിപ്പറ്റ് ആൻസറായിട്ട് അതിന് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെക്കുറിച്ച് അതിന് എല്ലാ ഡാറ്റയും കയ്യിലുണ്ട്.
അപ്പോൾ ആ ഡാറ്റ ഉള്ളത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുന്നത്. അതൊരു നെറ്റ്വർക്ക് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണ് പിന്നെ ദുൽഖർ സൽമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ മോനാണ്. ആരാണ് ഇബ്രാഹിം കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അനിയനാണ്. ഇബ്രാഹിം കുട്ടിയും ദുൽഖർ സൽമാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ അച്ഛൻ്റെ അനിയനാണ് ഇബ്രാഹിം കുട്ടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ ഈ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ NDT-SEOയുടെ ഒരു ഇതെന്ന് പറയുന്നത്. മറ്റേത് ഒരു മീനിങ്ങും ഒരു കോണ്ടെക്സ്റ്റും ബ്രോഡ് സെൻസിൽ മനസ്സിലാക്കി കൊടുക്കുക, ഒരു നെറ്റ്വർക്ക് അതിനനുസരിച്ചിട്ട് ബിൽഡ് ചെയ്യുക. ഇതാണ് പിന്നെ സെമാൻറ്റിക് SEO എന്ന് പറയുന്നത്. അപ്പോൾ സെമാൻറ്റിക് SEOയുടെ ഒരു പാർട്ടാണ് NDT-SEO എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും രണ്ട് ക്ലബ് ചെയ്തിട്ട് ഒരുപോലെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല SEO റിസൾട്ട് നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. എങ്ങനെയാണ് NDT-SEO വർക്ക് ചെയ്യുന്നത്? അത് ഒന്ന് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടൊന്ന് പറഞ്ഞുതരാനായിട്ട് പറ്റുമോ? NDT-SEO എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്? ഈ NDT-SEO ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റുമോ? NDT-SEO എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് അതിന് നമ്മൾ ആദ്യം നോളജ് ഗ്രാഫ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നോളജ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ഇൻഡെക്സാണ്. ഗൂഗിളിന് പിന്നെ പല ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇൻവേർട്ടഡ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. പഴയ ക്ലാസിക്കൽ ഇൻഡെക്സ് എന്ന് പറയും അതിന്. പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നമ്മുടെ ലൈബ്രറി പോലെയാണത്. ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഷെൽഫിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഫിക്ഷൻ ഒരു സ്ഥലത്ത്, ഈ പറഞ്ഞ പോലെ നോൺ ഫിക്ഷൻ ഒരു സ്ഥലത്ത്, ബയോഗ്രഫി വേറെ സ്ഥലത്ത്, പിന്നെ റെഫറൻസ് ബുക്കുകൾ വേറെ സ്ഥലത്ത്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ട് ഷെൽഫുകളിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഗൂഗിളും വിവരങ്ങളെ അടുക്കി വെച്ചിട്ടുണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ട്. അതൊരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്ന സമയത്തേക്ക് പിന്നെ ഇങ്ങനെയല്ലാതെ ഈ നോവലിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് വെച്ചിട്ട്, ഇപ്പോൾ ഒരു നോവലിനകത്ത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്ത് വെക്കും. ഈ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്ത് വെക്കും. ഇപ്പം നമ്മളുടെ തലച്ചോറിൽ നമ്മൾ സംഭവങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ രീതി തന്നെ. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആ സുഹൃത്തിൻ്റെ പേര്, അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അയാളുടെ ഹൈറ്റ്, വെയ്റ്റ്, കളറ്, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം, അയാളുടെ സുഹൃത്തുക്കൾ, അയാളുടെ പിന്നെ പാരൻസ്, സിബ്ലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളോട് ഇപ്പോൾ നാട്ടിലൊക്കെ വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ആരോടും ചോദിക്കാതെ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇയാളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ഇയാൾക്ക് എത്ര മാർക്ക് കിട്ടി, പിന്നെ ഏത് രീതിയിൽ ഇയാൾ പഠിക്കുന്നു, ഇയാളുടെ ജോലി എങ്ങനെ ചെയ്യുന്നു, നന്നായിട്ട് ചെയ്യുന്നു, ഇയാളുടെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഒന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റാളുകളോട് ചോദിക്കും. ഗൂഗിളിന് ഇതേ രീതിയിലാണ്. അതായത് ഗൂഗിൾ ഇതിൻ്റെ ഈ നോളജ് ഗ്രാഫിനകത്ത് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതാരാണ് ബിൽഡ് ചെയ്യുന്നത്, അത് ഏതൊക്കെ പിന്നെ കാര്യങ്ങൾക്കാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പിന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ പ്രൊഡക്റ്റും ഇതിൻ്റെ കമ്പനിയായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഈ ഷൂസ് എന്നുള്ള ഇതും നൈക്കി എന്നുള്ള കമ്പനിയായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നൈക്കിയുടെ ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നുണ്ടാവും, ഇവരെവിടെയാണ് സെല്ല് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഉണ്ടാവും, ഇതിൻ്റെ പ്രൈസ് ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്തുനിന്ന് പെട്ടെന്നൊരു ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ എന്താ പറയുക, കാര്യങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി ഇപ്പോൾ കേരളത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ കേരളം 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളെയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരവും കേരളവുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ തിരുവനന്തപുരം കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ്, ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഗൂഗിളിന് ആൻസർ ചെയ്യാൻ പറ്റും തിരുവനന്തപുരമാണ് എന്നുള്ളത്. അതിന് വേറെ പേജുകളൊന്നും പോയി നോക്കണ്ട, പല പേജുകളും പോയിട്ട് കീവേഡ് മാച്ച് ചെയ്ത് നോക്കണ്ട. ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഓർമ്മയിലുണ്ട്, അതിൻ്റെ ഇൻഡെക്സിൽ ഈ റിലേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ റിലേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഇൻഡെക്സിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടാണ് ഈ റിലേഷൻ നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ എൻറ്റിറ്റീസും റിലേറ്റഡ് എൻറ്റിറ്റീസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട്സും ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നോഡ്സ് ആൻഡ് എഡ്ജസ് എന്നൊക്കെ വിളിക്കും. നോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ എൻറ്റിറ്റീസിനാണ് ഈ നോഡ്സ് എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഇത് കണക്ട് ചെയ്യുന്നതാണ് എഡ്ജസ് എന്ന് പറയുന്നത്. ഇതിനിങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു റിലേഷൻഷിപ്പ്. ഇപ്പോൾ എയും ബിയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയും താജ്മഹലും. അപ്പോൾ ഇന്ത്യ ഒരു എൻറ്റിറ്റിയാണ്, താജ്മഹൽ മറ്റൊരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയും താജ്മഹലും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താജ്മഹലും ഈ പറഞ്ഞ പോലെ ഷാജഹാനുമായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷാജഹാനാണ് താജ്മഹൽ പണിഞ്ഞത്. മുംതാസുമായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആഗ്ര എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് അതൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ആഗ്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ റിലേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങളും സംഭവങ്ങളും ഈ സ്ഥാപനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുക മാത്രമല്ല, ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊരു ഒരു റിലേഷൻഷിപ്പും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഗ്രയിലുള്ള ഒരു ലോകാത്ഭുതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ലോകാത്ഭുതം ഏതാണെന്ന് വെച്ചാൽ താജ്മഹൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. താജ്മഹൽ ആരാണ് പണിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഷാജഹാൻ അതിനകത്ത് തന്നെ കിട്ടും. കാരണം നമ്മൾ ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാക്സിമം കോണ്ടക്സ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ കോണ്ടക്സ്റ്റ് അല്ല, മാക്സിമം എൻറ്റിറ്റീസ് ഇതിനകത്ത് ആഡ് ചെയ്യുകയും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിൾ എങ്ങനെയാണ് എന്താണ് എന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത്. ഇനി SEOയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതുന്നു. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറേ വാക്കുകൾ ഇങ്ങനെ എഴുതി വെക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജില്ലയെക്കുറിച്ച് വേറൊരു ജില്ലയെക്കുറിച്ച് പറയും. ഇപ്പോൾ കണ്ണൂരിനെ കുറിച്ചാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ണൂർ നമ്മൾ ഒരു തവണയേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തെയ്യം എന്നും പറശ്ശിനിക്കടവ് എന്നും ഈ പറഞ്ഞ പോലെ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്, പയ്യാമ്പലം ബീച്ച്, പിന്നെ മട്ടന്നൂർ ഈ പറഞ്ഞ പോലെ എയർപോർട്ട്, പിന്നെ പൈതൽമല, ഏഴിമല, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. കൈത്തറിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റിറ്റീസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് കണ്ണൂരിനെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ണൂരിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളായതുകൊണ്ട് കണ്ണൂരിലെ ടൂറിസത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ബോധ്യം വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ എൻറ്റിറ്റീസ് റിച്ചായിട്ട് അല്ലെങ്കിൽ എൻറ്റിറ്റി റിച്ചായിട്ട് നമ്മൾ ആർട്ടിക്കിളുകൾ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും സെർച്ച് എഞ്ചിന് ഇതെന്താണ് എന്ന്. അപ്പോൾ ഗൂഗിൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, എങ്ങനെ എൻറ്റിറ്റി സെർച്ച് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം പറയാം, വെൻ വാസ് മമ്മൂട്ടി ബോൺ എന്നൊരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഇത് ഏത് എൻറ്റിറ്റിയെക്കുറിച്ചാണ്, എൻറ്റിറ്റി എക്സ്ട്രാക്ഷൻ എന്നാണ് പറയാം. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ചോദ്യത്തിനെ ഒന്ന് പ്രോസസ് ചെയ്തിട്ട് അതിനകത്ത് ഏത് എൻറ്റിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നോക്കും. അപ്പോൾ ഇവിടെ വെൻ വാസ് മമ്മൂട്ടി ബോൺ എന്നുള്ള ചോദ്യത്തിനകത്ത് മമ്മൂട്ടിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അത് പ്രോസസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് നോക്കുമ്പോൾ പ്ലേസ് ഓഫ് ബർത്ത്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, വെൻ വാസ് മമ്മൂട്ടി ബോൺ എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ജനിച്ചതെന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി. അപ്പോൾ മമ്മൂട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 7 സെപ്റ്റംബർ 1951 എന്ന് ഈ നോളജ് ഗ്രാഫിൽ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എൻറ്റിറ്റി SEO വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ കണ്ടൻറ്റ് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അലൈൻ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് കുറേ അധികം ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി കൊടുക്കും സെർച്ച് എഞ്ചിന്. അതിന് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് എൻറ്റിറ്റി SEOയിൽ സംഭവിക്കുന്നത്. നമ്മൾ എൻറ്റിറ്റി SEO കുറിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ആളുകൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്നുണ്ടാവും. ഏത് കാര്യത്തിലാണെന്ന് വെച്ചാൽ, എന്താണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട്, നമുക്കിതിനെ എങ്ങനെ ഈ കീവേഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോപ്പിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻറ്റിറ്റി എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും ഇവർക്കൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് എക്സാമ്പിൾസ് വെച്ചിട്ട് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ? അതെ, നമ്മൾ എൻറ്റിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ
ഈ ലോകത്ത് നിലനിൽക്കുന്ന യുണീക്കായിട്ടുള്ള വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എന്തിനേയും നമ്മൾ എൻറ്റിറ്റി എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഒരു ആളുകളാവാം, സ്ഥാപനങ്ങളാവാം, മറ്റ് ജീവികളാവാം, പിന്നെ അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ കൺസെപ്റ്റുകളുണ്ട്. ഇപ്പോൾ ലവ് എന്ന് പറയുന്ന ഇമോഷൻ, സാഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ അതാവാം, ഓർഗനൈസേഷൻസ് ആവാം, ഇപ്പോൾ ചില കൺസെപ്റ്റുകളാവാം. ഇപ്പോൾ SEO എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഒരു എൻറ്റിറ്റിയാണ് SEO എന്ന് പറയുന്നത്. ഒരു കൺസെപ്റ്റാണ് അത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനെ തൊട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ. SEO എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അനുഭവിക്കാം എന്നുള്ള ഒരു ഫീലിംഗ് അനുഭവിക്കുക എന്നല്ലാതെ നമുക്ക് അതിനെ തൊട്ടറിയാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ അത്തരത്തിൽ കാര്യങ്ങളൊന്നും പറ്റില്ല. അതിന് കാണാനോ അങ്ങനെ പറ്റില്ല. പക്ഷേ അതും ഒരു എൻറ്റിറ്റിയാണ്. ഇനി അതല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ എൻറ്റിറ്റീസ് ഒരുപാടുണ്ട് ഈ പറഞ്ഞ പോലെ. അതായത് എന്താ പറയുക, ഇപ്പോൾ വ്യക്തികൾ, സ്ഥലങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം എന്ന് പറയുന്നത്, കേരള എന്ന് പറയുന്നത്, താജ്മഹൽ എന്ന് പറയുന്നത്, പിന്നെ പ്രൊഡക്റ്റുകൾ, ഷൂസ് അല്ലെങ്കിൽ ഫുട്ബോൾ, എന്ത് പ്രൊഡക്റ്റായാലും ആ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഒരു പേരുണ്ട്. അതെല്ലാം ഇതാണ്. അപ്പോൾ ഈ ലോകത്ത് യുണീക്കായിട്ടുള്ള വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അതിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ള എന്തിനേയും എൻറ്റിറ്റി എന്നാണ് വിളിക്കുന്നത്. അത് ലോകത്തിൽ, നമ്മൾ ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്താണ് ജനിക്കുന്നത്, അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് അതൊരു എൻറ്റിറ്റിയാണ്. നമ്മൾ ചേരാൻ പോകുന്ന സ്കൂള് അല്ലെങ്കിൽ കോളേജ് അതൊരു എൻറ്റിറ്റിയാണ്. നമ്മളുടെ സുഹൃത്തുക്കൾ മറ്റ് എൻറ്റിറ്റീസാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റും കുറേ റിലേറ്റഡ് എൻറ്റിറ്റീസ് കാണും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പുകൾ ഒരു എൻറ്റിറ്റീസാണ്. ഇപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് എൻറ്റിറ്റീസാണ്, നമ്മുടെ ഫ്രണ്ട്സ് എൻറ്റിറ്റീസാണ്. നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ ഒരു പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു എൻറ്റിറ്റി ആയിട്ട് വരും. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് നമ്പരും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്പെസിഫിക് നമ്പരും കാര്യങ്ങളുമുള്ള പ്രത്യേകിച്ച് അത് ഒരു എൻറ്റിറ്റി ആയിട്ട് മാറും. പിന്നെ അത് വാങ്ങിച്ചിരിക്കുന്ന ഷോപ്പ് ഒരു എൻറ്റിറ്റി ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എൻറ്റിറ്റീസ് വരും. അപ്പോൾ ഇതാണ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. എൻറ്റിറ്റീസ് ഈ പറയുന്ന പോലെ കൺസെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസ് ഉണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചറിയാം. ഇനി എൻറ്റിറ്റീസ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇതിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഇതിൻ്റെ വാല്യൂസ് ഉണ്ട്, അതായത് എൻറ്റിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ എൻറ്റിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വ്യക്തിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരാളുടെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആട്രിബ്യൂട്ടാണ്. അയാളുടെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആട്രിബ്യൂട്ടാണ്. വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആട്രിബ്യൂട്ടാണ്. ഇതിനെല്ലാം ഒരു വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.75 മീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ ആണ്. ആ വാല്യൂ ചിലപ്പോൾ ഒരു റിലേറ്റഡ് എൻറ്റിറ്റി ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ ഭാര്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മറ്റൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയും കൂടിയാണ്. സുൽഫത്ത് കുട്ടി എന്ന് പറയുന്നത് മറ്റൊരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ലോകത്ത് നിലനിൽക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള എന്തിനും എൻറ്റിറ്റി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഈ ഒരു എൻറ്റിറ്റി SEO നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക, അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ഓക്കെ, ഈ എൻറ്റിറ്റി SEO പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾക്ക് ഈ ടെക്നിക്കലി ഇത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന് പ്യുവറായിട്ട് കോണ്ടൻറ്റ് സൈഡാണ്. അതായത് കോണ്ടൻറ്റ് സൈഡ് എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മളൊരു ആർട്ടിക്കിളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ എഴുതി വരുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ എഴുതി വരും. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം നമുക്ക് ഇങ്ങനെ പറയാം: അഭിനയത്തിൻ്റെ മഹാകാശത്തിൽ ഏറ്റവും പ്രഭയുള്ള താരം എന്ന് പറയാം നമുക്ക്, ഒരു ഫസ്റ്റ് സെൻറ്റൻസ്. അതിനകത്തുനിന്ന് ഗൂഗിളിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. അഭിനയത്തിൻ്റെ മഹാകാശത്തിലെ ഏറ്റവും പ്രഭയുള്ള താരം ആണ് മമ്മൂട്ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതിനകത്ത് ആകെ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ സംഭവങ്ങളാണ്. ഇതിനെ തന്നെ വേറെ രീതിയിൽ എഴുതുന്നതായിരിക്കാം. മമ്മൂട്ടി ഈസ് എൻ ഇന്ത്യൻ ഫിലിം ആക്ടർ എന്ന് നമ്മൾ പറയുന്നത് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് മമ്മൂട്ടി ഇന്ത്യയിലെ ഒരു ഫിലിം ആക്ടറാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ കൃത്യമായ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. മമ്മൂട്ടി ആരാണെന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടി ഈസ് ആൻ ഇന്ത്യൻ ഫിലിം ആക്ടർ. അപ്പോൾ ഹൂ ഈസ് മമ്മൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഉത്തരമുണ്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്ന അഭിനയത്തിൻ്റെ മഹാകാശത്തിലെ ഏറ്റവും പ്രഭയുള്ള താരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരാണ് മമ്മൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം അഭിനയത്തിൻ്റെ മഹാകാശത്തിലെ ഏറ്റവും പ്രഭയുള്ള താരം എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു വിശേഷണം മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ എഴുതുന്ന രീതി തന്നെ ചിലപ്പോൾ മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ എൻറ്റിറ്റി SEO പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻറ്റിറ്റി റിസർച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് പോകണം.
ഇത് ഇൻഗ്രീഡിയൻറ്റിനെ പോലെയാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം നോക്കുക. അതായത് ഈ ബിരിയാണിയെ നമ്മൾ വർണ്ണിക്കുകയല്ല ചെയ്യുക. ഈ ഒരു ബിരിയാണി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണം, അതെല്ലാം നമ്മളൊരു അനുപാതത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബിരിയാണിയായിട്ട് മാറും. ഇപ്പോൾ ചായ ഉണ്ടാക്കുന്ന ഒരു കേസിലേക്ക് വരാം. നമുക്കൊരു ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാനം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചായപ്പൊടി വേണം, പാല് വേണം, പഞ്ചസാര വേണം, വെള്ളം വേണം. ഇത് എങ്ങനെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ചായ ആവില്ല. പാല് ഈ പറഞ്ഞ പോലെ ഒരു 2-3 സ്പൂൺ പാല് വേണ്ടി വരും, ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. കുറച്ച് വെള്ളം വേണം, ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സെങ്കിലും വെള്ളം വേണ്ടി വരും. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു ചെറിയ സ്പൂൺ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കുറച്ച് ചായപ്പൊടിയും വേണം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടൊരു ചായ ആവും. ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചായ. അപ്പോൾ ഇവിടെ അനുപാതവും കാര്യങ്ങളും ഈ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെ ഇതിനകത്തേക്ക് ചേർക്കുന്നു എന്നുള്ളതും വെച്ച് നോക്കുമ്പോഴാണ് ഇത് ചായയായിട്ട് മാറുന്നത് കറക്റ്റായിട്ട്. ഇതിനകത്ത് തന്നെ ഈ ചായ മാറ്റിയിട്ട് ചായപ്പൊടി മാറ്റിയിട്ട് കോഫി ഇട്ട് കഴിഞ്ഞാൽ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റായിട്ട് മാറി. അതായത് ഇത് കോഫിയായിട്ട് മാറി. ഇതിൽ തന്നെ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് നോക്കാം. അതായത് ചായപ്പൊടി അതിനകത്ത് വളരെ കുറച്ച്, ഒരു തരി ചായപ്പൊടി ഇട്ടു, എന്നിട്ട് പാൽ അതിനകത്ത് 1 ലിറ്റർ പാലൊഴിച്ചു, പഞ്ചസാര ഒരു 1/2 കിലോ പഞ്ചസാര ഇട്ടു. അപ്പോൾ ഇത് കുടിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് ചായ ആയിട്ട് തോന്നുന്നില്ല, ഇത് പാൽപ്പായസമായിട്ടായിരിക്കും മിക്കവാറും തോന്നുക. അപ്പോൾ എൻറ്റിറ്റീസും ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളാണ് SEO പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ റിലേറ്റഡ് എൻറ്റിറ്റീസ് ആട്രിബ്യൂട്ട്സ് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു കാറിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഏറ്റവും പുതിയ ഒരു BE6 എന്ന് പറയുന്ന മഹീന്ദ്രയുടെ കാറാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു EV കാറിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഹീന്ദ്ര BE6 ഇങ്ങനെയുള്ള ആ കീവേഡ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മഹീന്ദ്ര BE6 എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാറിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോവാം. ഈ ബാറ്ററിയുടെ റേഞ്ച് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയാം. പിന്നെ ഇതിൻ്റെ കളറ് പറയാം, ഇതിൻ്റെ ടോർക്ക്, ഇതിൻ്റെ എൻജിൻ പവർ, ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി, ഇതിൻ്റെ പിന്നെ എന്താ പറയുക ചാർജിങ് ടൈം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇത് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ഏത് വാഹനത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. നമ്മളെല്ലാ സെൻറ്റൻസിലും കീവേഡ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുക. മഹീന്ദ്ര BE6 എന്നല്ലെങ്കിൽ മഹീന്ദ്ര ഇതെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും ഒരു കാറിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളറുകൾ ഏതൊക്കെയാണ്, വേരിയൻസ് ഏതൊക്കെയാണ്, അതിൽ തന്നെ ഏതൊക്കെ മോഡൽസ് വരുന്നുണ്ട്, അതിൻ്റെ ഡ്രൈവിങ്ങിൽ ഏതൊക്കെ മോഡൽ വരുന്നുണ്ട്, ഇൻറ്റീരിയറിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ എൻജിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിന് എത്ര റേഞ്ച് കിട്ടും. അപ്പോൾ റേഞ്ച് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ അതൊരു EV കാറാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആ വാക്കുകൊണ്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം അവിടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വായിക്കുമ്പോൾ അതൊരു പിന്നെ മഹീന്ദ്ര BE6 കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ വയനാടിനെ കുറിച്ചിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തും. വയനാട് നമ്മൾ വെറുതെ അതിനകത്ത് കുത്തി നിറച്ചിട്ട് കാര്യമില്ല. പകരം നമ്മൾ വയനാട്ടിലുള്ള കുറേയധികം എൻറ്റിറ്റീസിനെയും അതിൻ്റെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെയും കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് വയനാടിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൽപ്പറ്റ എന്നും മാനന്തവാടി എന്നും സുൽത്താൻ ബത്തേരി എന്നും പൂക്കോട് തടാകത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കുറുവാദ്വീപ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പിന്നെ പറയുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് വയനാടിനെ കുറിച്ചാണ്. കാരണം ഇതൊക്കെ വയനാടിനകത്തുള്ളതാണ്. ഇത് ഒരിക്കലും മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടല്ല. മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കോട്ടക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ സെവൻസ് ഫുട്ബോൾ, അവിടുത്തെ ഈ പറഞ്ഞ പോലെ പൊന്നാനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴാണ് ഇത് മലപ്പുറം ജില്ലയെക്കുറിച്ചാകുന്നത്. അപ്പോൾ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ എൻറ്റിറ്റീസ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്ക് നമുക്ക് അതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏതൊക്കെ എൻറ്റിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ആർട്ടിക്കിൾ എഴുതാനായിട്ട്. ഇതിനെ കറക്റ്റായിട്ട് ആനുപാതികമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അതും പ്രോപ്പർ ഓർഡറിൽ തന്നെ എഴുതണം. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിനെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് തന്നെ കേരളത്തിൽ 14 ജില്ലയുണ്ട്. ആ 14 നമ്മൾ ടോട്ടലി കേരളത്തിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ പിന്നെ എൻറ്റിറ്റീസ് റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ 14 ജില്ല, കേരളത്തിൻ്റെ ലാംഗ്വേജ്, ഇതിൻ്റെ തലസ്ഥാനം, പിന്നെ ഇവിടുത്തെ മന്ത്രിമാർ,
ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ പറ്റിയെല്ലാം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് പക്ഷേ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ച് തിരുവനന്തപുരത്തിനെ കുറിച്ചിട്ട് ആദ്യത്തെ കുറേ കാര്യങ്ങൾ ആദ്യം നമ്മളിങ്ങനെ എഴുതി പോവാണെന്ന് വെച്ചോ. പിന്നീടാണ് ബാക്കിയുള്ള ജില്ലകളെക്കുറിച്ചൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഇത് പലപ്പോഴും കേരളം എന്നുള്ളൊരു ആർട്ടിക്കിളിൽ നിന്ന് മാറിയിട്ട് പലപ്പോഴും ഇത് തിരുവനന്തപുരം എന്നുള്ളൊരു ആർട്ടിക്കിളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണം. ആദ്യം ഈ പറയുന്ന പോലെ കേരളത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു പോകണം. അപ്പോൾ തിരുവനന്തപുരത്തിനെ പറ്റി മാത്രം പറയരുത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും ഇത് റൈറ്റിങ്ങിലാണ് ഇതിൻ്റെ കൂടുതൽ ഇതെന്ന് വരുന്നത്. പിന്നെ അത് മാത്രം പോരാ. NDTSE പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കീമ മാർക്കപ്പ് എന്ന് പറയും. സ്കീമ അതായത് ഇതിനകത്തുള്ള അഡീഷണൽ കോണ്ടക്സ്റ്റുകൾ. ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അപ്പോൾ അയാൾ ആരാണ്, എന്താണ്, അയാളുടെ വെയർ അബൌട്ട്സ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് അഡീഷണലി നമ്മൾ കുറേ കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്ഥാപനത്തിനെക്കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ആ പ്രൊഡക്റ്റിന് എത്ര റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, അത് ഏത് രീതിയിലാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ പിന്നെ അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റിയെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി അതിന് കിട്ടും. ആ ക്ലാരിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമുക്ക് റിസൾട്ടിൽ വിസിബിൾ ആവാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ NDTSE ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് എൻറ്റിറ്റി റിസർച്ച് തന്നെയാണ്. റിസർച്ച് ചെയ്യുക, പിന്നെ അതിനെ ഈ പറഞ്ഞ പോലെ അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടൻറ്റ് ബ്രീഫ് റെഡിയാക്കുക, എന്നിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആർട്ടിക്കിളിനെ ഡെവലപ്പ് ചെയ്യുക. അത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കീമ മാർക്കപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെമാൻറ്റിക് കണ്ടൻറ്റ് നെറ്റ്വർക്ക് നേരത്തെ പറഞ്ഞു ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിലേക്ക് നമ്മളിത് ലിങ്ക് ചെയ്യുക. പലപ്പോഴും നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇൻറ്റേർണൽ ലിങ്കിങ് സംവിധാനം ഉണ്ടാവും. അപ്പോൾ അതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ടോട്ടലി ഒരു സെമാൻറ്റിക് SEOയുടെ പാർട്ടായിട്ട് ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പിന്നെ എന്താ പറയുക, പുതിയ കാലത്തെ SEOയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യം കൂടി ആയിരിക്കും. അതായത് AI സെർച്ചിൽ NDTSEOക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഈ കാലഘട്ടത്തിലും നമുക്ക് NDTSEO പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടോ? AI സെർച്ചിൻ്റെ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, AI സെർച്ചും ട്രഡീഷണൽ സെർച്ചും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാലോ. അതായത് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമുക്കൊരു പേജ് കാണിച്ചു തന്നിട്ട് ആ പേജ് വായിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പിന്നെ എനിക്ക് വേണ്ട പറ്റിയൊരു സർവീസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI സെർച്ച് എഞ്ചിൻ, ഇപ്പോൾ ജെമിനി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPT ഇന്ന് പർട്ടിക്കുലർ സർവീസ് കൊടുക്കുന്നത് ഇന്ന് പർട്ടിക്കുലർ കമ്പനിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് ഈ എൻറ്റിറ്റി ക്ലാരിറ്റിയിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അത് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് അത് മനസ്സിലാക്കുന്നത് അതിന് ആ എൻറ്റിറ്റി, ഇപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആൻസർ അതിന് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മളുടെ ഒരു പേര് പല സർവീസുകൾക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾക്കോ വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെയാണ്. പിന്നെ NDTSEOൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആൻസർ വളരെ പെട്ടെന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഓഫ് റിട്രീവൽ ഇതെന്ന് പറയും, ഇൻഫർമേഷൻ റിട്രീവൽ എന്ന് പറയും, അത് നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും. ഈ സെർച്ചിൻ്റെ പിന്നിൽ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. അതായത് എനർജി കൺസപ്ഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഗൂഗിളിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ AI സെർച്ചിലേക്ക് വരുമ്പോൾ തന്നെ വലിയ ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിനൊരുപാട് ചിലവുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽസാണ്. അപ്പോൾ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് വിൻഡോ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു വിൻഡോയിൽ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഈ പലപ്പോഴും ആറ്റോമിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ രീതിയിലേക്ക് നമ്മുടെ എഴുത്തൊക്കെ മാറുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇതിന് ഓരോന്നിനും ഓരോ രീതിയിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇത് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ടായിരിക്കും ഈ ഇൻഫർമേഷനെ കണക്കാക്കുന്നത്, പരിശോധിച്ച് നോക്കുന്നത്. ചെറിയ ഈ പറഞ്ഞ പോലെ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് ചങ്ക്സ് എന്നൊക്കെ അതിനെ വിളിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഒരു ക്ലാരിറ്റിയോട് കൂടി എൻറ്റിറ്റി ക്ലാരിറ്റിയോട് കൂടി എഴുതുന്ന സമയത്തേക്ക് ഇതിന് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ NDTSEO കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംബിഗ്വിറ്റി ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ആപ്പിളിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ ഒരു ആപ്പിൾ ഫോൺ കിട്ടുന്ന ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഷോപ്പിൽ ആപ്പിൾ വിൽക്കുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ.
നമ്മളുടെ ഷോപ്പിൽ ആപ്പിൾ എന്ന് പറയുന്ന ഐഫോണോ അല്ലെങ്കിൽ അത്തരം പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് എന്നും കൂടെ മെൻഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആ രീതിയിലുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ കുറച്ച് ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ആപ്പിൾ സ്റ്റോർ നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ അല്ല എന്ന് ഈ സെർച്ച് എഞ്ചിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഇത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ആ ക്ലാരിറ്റിയിൽ നമ്മൾ എഴുതണം. നമ്മൾ ആപ്പിളിൻ്റെ ഗാഡ്ജറ്റ്സ് വിൽക്കുന്ന കമ്പനിയാണ് എന്ന് നമ്മൾ ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആംബിഗ്വിറ്റി ഒഴിവാക്കിയിട്ട് കൊടുക്കാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ പല കേസുകളിൽ ഈ പറഞ്ഞ പോലെ അതിനൊരു ആംബിഗ്വിറ്റി ഉണ്ടാവും. ഇന്ന സർവീസ് തന്നെയാണോ ഇത് കൊടുക്കുന്നത്, ഈ പിന്നെ ആൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളെക്കുറിച്ചിട്ട് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ആരാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പല മേഖലകളിൽ നമുക്ക് കഴിവുണ്ടാവും. അപ്പോൾ നമ്മളെ പറ്റിയുള്ള കൃത്യമായിട്ട് നമ്മൾ ഏതിലാണ് നമുക്കൊരു അതോറിറ്റി എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് ഇവർക്കൊരു ആംബിഗ്വിറ്റി ഉണ്ടാവും. അങ്ങനെ പല കേസുകളിൽ എൻറ്റിറ്റി ആംബിഗ്വിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എൻറ്റിറ്റി എസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ വളരെ നീറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിനൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ AI സെർച്ചിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ എൻറ്റിറ്റി എസ് ആണ്. അതായത് മെയിനായിട്ട് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇൻഫർമേഷൻ അതിനൊരു പേജിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ AI സെർച്ചിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ ഓരോ എൻറ്റിറ്റിയും എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AIക്ക് കൃത്യമായിട്ടൊരു ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ എൻറ്റിറ്റി SEO എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെമാൻറ്റിക് SEO ഇതിൻ്റെ ബേസാന്ന് പറഞ്ഞ പോലെ എൻറ്റിറ്റി SEO ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നട്ടെല്ലും കൂടിയാണ് ഇതിൻ്റെ. ഇപ്പോൾ AI സെർച്ചിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എൻറ്റിറ്റി SEO തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് SEO-യെക്കുറിച്ചും അതുപോലെ തന്നെ ഓർഗാനിക് ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. നിങ്ങൾക്ക് SEO നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓർഗാനിക് മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്യാനുള്ള ആളുകളെ ഹയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഓർഗാനിക് ഹബ്ബ് എന്ന് പറയുന്നത്. ഇതൊരു SEO ഇക്കോസിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.